ഹായ് എത്ര മനോഹരമായ ഇന്ത്യ. ഈ കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിൽ എന്താണ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് ചെയ്തത്? ഞാൻ ചിരിക്കുന്നത് വിഷമം കൂടി വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് എന്താ റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എത്ര മനോഹരമായ ഇന്ത്യയാണ്. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച എന്താണ് ഉത്തർപ്രദേശ് സംഭവിച്ചത്? ഗവൺമെൻറ് ആകെ കൂടെ ചെയ്ത നല്ല കാര്യങ്ങളിലൊന്ന് 4 അമ്പലങ്ങൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസിൽ കണ്ടെത്തി റിസ്റ്റോർ ചെയ്തു. എത്ര മനോഹരം, എത്ര ഉദാത്തം, എത്ര കൗതുകമുള്ള കാര്യം. നമസ്കാരം. സ്വരാജ്യ എന്ന് പറയുന്ന ഒരു വലതുപക്ഷ പോർട്ടലിൻ്റെ അല്ലെങ്കിൽ എന്താ പറയണേ ഒരു റൈറ്റ് വിങ് പോർട്ടലിൻ്റെ ഒരു റിപ്പോർട്ടാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മുസ്ലിം മെജോറിറ്റി ഏരിയാസിലെ 4 അമ്പലങ്ങൾ റീസ്റ്റോർ ചെയ്തു. സർക്കാരിൻ്റെ വലിയ അച്ചീവ്മെൻ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും നമ്മൾ ഭൂമി കുഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഗുരുകുലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ഭൂമി കുഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ ഒരു വൈദ്യശാല, പഴയ ആശുപത്രി, അതായത് നമ്മുടെ വൈദ്യശാലയൊക്കെ ആയിരുന്നല്ലോ, ഈ വൈദ്യശാലയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെന്താണ് നമുക്ക് കിട്ടാത്തത്? നമ്മൾ ഭൂമി കുഴിക്കുമ്പോൾ എന്താണ് ഈ തപ്പി എന്തെങ്കിൽ പകുതി പൊട്ടിയും പൊട്ടാത്ത അല്ലെങ്കിൽ സോക്കോൾഡ് പൊട്ടി എന്ന് പറയപ്പെടുന്ന വിഗ്രഹങ്ങൾ മാത്രം കിട്ടുന്നത്? നമ്മുടെ നാട്ടിൽ വേറൊന്നും ഇല്ലായിരുന്നു. ഈ നാട് മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും ഓരോ 10 മീറ്റർ ഇടവിട്ട് നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളായിരുന്നു. എങ്ങനെയാണ് ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ ഈ വിഗ്രഹങ്ങൾ കിട്ടുന്നത്? നാട്ടുകാരെ പറ്റിക്കാൻ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഉളുപ്പ് തോന്നൂലേ? അതായത് സ്വന്തമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ലജ്ജ, ഉളുപ്പ്, നാണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തോന്നൂലേ? എന്തൊരു കഷ്ടമാണ് എന്നുള്ളതാണ്. അതായത് ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ എഴുതിയിട്ടുമുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ കൃത്യമാക്കുക, ഇൻ എ വീക്സ് ടൈം 4 temples all in Muslim majority areas have been discovered in ഉത്തർപ്രദേശ് ആൻഡ് റെഗുലർ പൂജയും അവിടെ സ്റ്റാർട്ട് ചെയ്തു. ദശാബ്ദങ്ങൾക്ക് ശേഷം ദൈവങ്ങൾക്ക് സന്തോഷമായി നോക്കി. ഏത് ദൈവത്തിനാണ് ഇഷ്ടമായി സന്തോഷമാകുന്നത്? എനിക്ക് മനസ്സിലാകും ഈ അമ്പലവും പള്ളിയൊക്കെ എന്തിനാണ് ശരിക്കും? നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി. ഞാൻ അമ്പലത്തിനും പള്ളിയിലൊക്കെ സ്ഥിരം പോകുന്ന ആളാണ്. എൻ്റെ മകന് പേര് യാഗം എന്നാണ് ഇട്ടിരിക്കുന്നത്. യാഗത്തിൻ്റെ, നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലെ യാഗം, യജ്ഞം എന്നൊക്കെ പറയുന്നത്. ഒരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ പൂജാന്നോ യജ്ഞാന്നോ ഒക്കെ ഇടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ രണ്ടാമത്തെ ഒരു മോൻ നമ്മുടെ യുഗങ്ങളുടെ പേരിലുള്ള യുഗാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ജെന്യുവൻലി വിശ്വാസമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ മുസ്ലിം വിരോധം കാണിക്കാനും ഇസ്ലാമോഫോബിയ കാണിക്കാനും വേറെ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറാനും വേണ്ടിയിട്ടല്ല. അപ്പം കഴിഞ്ഞ ഈ ഒരാഴ്ച കൊണ്ട് ഇതൊക്കെയാണ് ചെയ്തത്. അടുത്ത രസകരമായ സാധനമാണ്, ഒരുപാട് ഈ അമ്പലങ്ങളിൽ നിന്ന് ഒരുപാട് ഐഡൽസ് മിസ്സിംഗ് ആണ് എന്നും നമ്മുടെ അലിഗർ മേയർ BJPയുടെ ശകുന്തള ഭാരതി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അതായത് എളുപ്പമുള്ള പരിപാടിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുക, അവിടെ എന്തെങ്കിലും കുഴിക്കുക, ഒന്നെങ്കിൽ സ്വന്തമായിട്ട് കുഴിച്ചിടും എന്നിട്ട് എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ പഴയ ഏതെങ്കിലും സാധനങ്ങൾ എഴുതിത്തൊക്കെ അമ്പലങ്ങളായിരുന്നു എന്ന് പറയും. എന്നിട്ട് അവിടെ വിഗ്രഹമൊന്നും വേണമെന്നില്ല, ഈ അമ്പലങ്ങളിൽ നിന്നെല്ലാം വിഗ്രഹങ്ങൾ കളവ് പോയി എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇനിയും കിട്ടുന്നത് വരെ ഇങ്ങനെ നമുക്ക് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കാമല്ലോ. പണ്ട് മോഹൻലാലും ശ്രീനിവാസനും കൂടി നമ്മുടെ ഈ പോൾ ബാർബർ മറ്റേ കിരീടം തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്ന ഒരു സാധനമുണ്ട്, പോൾ ബാർബർ കിരീടം എടുത്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ പോയി എന്ന് പറയുക, അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ പോയി എന്ന് പറയുക, ഫ്രാൻസിൽ പോയി എന്ന് പറയുക. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് വിടും. അപ്പം അമേരിക്കയും ഫ്രാൻസും കഴിഞ്ഞാൽ അടുത്ത രാജ്യം ഉണ്ടല്ലോ, അങ്ങോട്ട് നമുക്ക് പോയി എന്ന് പറയാം. അതേപോലെ ഈ ഐഡൽസ് എല്ലാം മിസ്സിംഗ് ആണ്. എനിക്കതിലെ വിഷമവും എനിക്കതിലെ വേദനയും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഈ ഹിന്ദു ദേവീ ദേവന്മാരെ വെച്ച് മുതലാക്കുകയാണെന്നുള്ളതാണ്. എന്നിട്ട് അവിടുത്തെ മേയർ ഇവരുടെ ഭാവി രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്, ഭാവി സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഹിന്ദു സെന്റിമെന്റ്സ് ഹേർട്ടായി ഈ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ, എൻക്രോച്ച്മെന്റ് ആണെന്ന് പറഞ്ഞ് കണ്ടപ്പോൾ. അവിടുത്തെ കർണിസേനയാണ് പണ്ട് പത്മാവതിന് അലമ്പുണ്ടാക്കിയത്, പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. ഇനി അടുത്തത് പൂജ ഈ അമ്പലങ്ങളിൽ റെഗുലറായിട്ട് തുടങ്ങും. അതായത് ഈ സ്ഥിരമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഹിന്ദു വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വിശ്വാസപ്രകാരവും തെറ്റാണ്. അതായത് സ്ഥിരം പൂജയുള്ള ചൈതന്യമുള്ള വിഗ്രഹത്തിന് മാത്രമേ നമ്മുടെ ഇതിൽ വിഗ്രഹം എന്ന് പറയാറുള്ളൂ. ഇല്ലെങ്കിൽ അത് വെറും പ്രതിമ മാത്രമാണ്. അതിനെ ഐഡൽ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, വെറും പ്രതിമ മാത്രമാണ്, കല്ല് മാത്രമാണ്. ആ കല്ലിലേക്ക് ഒരു തന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴാണ് അതിന് ചൈതന്യം ഉണ്ടാകുന്നത്, അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ടാകുന്നത്. ഇതെല്ലാം പണ്ടത്തെ ആൾക്കാർ ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ ഇവർ തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയോ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ 4 കാര്യങ്ങൾ 250 വർഷം 350 വർഷം പഴയതാണെന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേക്ക് എഴുതും. പക്ഷേ ആർക്കിയോളജിക്കൽ സർവേ വരുന്നതിന് മുമ്പ് തന്നെ ഈ വിഗ്രഹമൊക്കെ വെച്ച് അവിടെ പൂജയും ഭജനയും മറ്റേ ഭജന മണ്ഡലി പരിപാടി തുടങ്ങും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേക്ക് കയറി നോക്കാനും പറ്റില്ല, വലിയ തെളിവൊന്നും വേണ്ട, ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ തന്നെ ഒരു കള്ളക്കണക്കൊക്കെ പറയും, 400 വർഷം 500 വർഷം 1000 വർഷം 2000 വർഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കള്ളം ഉണ്ടാക്കും. 2000 എന്ന് പറയില്ല, കാര്യം മുസ്ലിങ്ങൾ വന്നതിന് ശേഷം തകർക്കം എന്ന് പറഞ്ഞ് 2000 വർഷം മുമ്പുള്ളത് ഒരു 500 വർഷം മുമ്പ് മുഗൾ കാലഘട്ടത്തിൽ നശിപ്പിച്ചു എന്ന് പറയും. ഈ ചെയ്യുന്ന ദ്രോഹത്തിനൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള നമ്മൾ ഹിന്ദുക്കൾ ഒരൊറ്റ കാര്യം ആലോചിക്കണം. ഈ പോയിന്റ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഈ കുഴിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ആന്റി എൻക്രോച്ച്മെന്റ് ഡ്രൈവിന് പോകുമ്പോൾ
ഒരിക്കലെങ്കിലും നമ്മളൊരു ഗുരുകുലത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും പഴയ ഒരു വൈദ്യശാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുള്ള അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഇവർ ദൈവങ്ങളെ ഇങ്ങനെ സോക്കോൾഡ് കണ്ടെത്തുന്നൊന്നുമല്ല, കുഴിച്ചിടുന്നതാണ്. ഈ കുഴിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അടി ഉണ്ടാക്കാനാണ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളുടെ ചോദ്യം ചെയ്യാനുള്ള ശേഷിയെ ഇല്ലാതാക്കി ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം തമ്മിൽ തല്ലിക്കാനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതിന് ഭഗവാൻ പരമശിവൻ്റെ, നന്ദികേശൻ്റെ, ഹനുമാൻ്റെ, ശ്രീരാമൻ്റെ, ദേവിയുടെ, ദേവന്മാരുടെ എല്ലാ ദേവീ ദേവതകളുടെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. ജയ് ഹിന്ദ്.